Oh, nice, nice, nice. കറക്റ്റ് ഇതായിട്ടുണ്ട്, എടുക്കള വകയിട്ടുണ്ട്. താലപ്പൊലി ആയിട്ട് രാജ്യം വന്നിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെടുക്കാം. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വ്ളോഗിന് കുറച്ച് സ്പെഷ്യൽ ഉണ്ട്. സോ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എന്തായാലും കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഗൈസ്, ഇന്നൊരു വെറൈറ്റി ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കിട്ടിയ കമ്പും കൊള്ളിയൊക്കെ എടുത്തിട്ടാണ് ഫിഷിങ്ങിന് ഇറങ്ങിയത്. ഒരു കഴിച്ചുകൊണ്ട ഫിഷിങ്. ചെറിയ സ്ട്രൈക്ക് വരുന്നുണ്ട്, പക്ഷേ ഹുക്കപ്പായില്ല. നല്ല രീതിയിൽ നമുക്ക് മീനിൻ്റെ കൊത്തുകൾ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് മീനാണ് കൊത്തുന്നത് നമുക്ക് തീരെ മനസ്സിലാവുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കുറേ ആയിട്ട് ഇങ്ങനത്തെ കഴിച്ചുകൊണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഓ ഗൈസ്, കിട്ടി ഗൈസ്. നമുക്ക് ആദ്യത്തെ ഒരു മീനെ നൈസറിന് നമുക്ക് കിട്ടിയിരിക്കണം ഗൈസ്. നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു സൈസ് നൈസറില്ലാത്ത കാരണം അപ്പോൾ തന്നെ നമ്മളതിനെ റിലീസ് ചെയ്തു. ജസ്റ്റ് മിസ് ഗൈസ്. ഗൈസ്, നമുക്ക് മീൻ കിട്ടുന്ന അതേ ടൈമിൽ തന്നെ റാസിന് നല്ല സ്ട്രൈക്ക് കിട്ടി. ഒരു ഹമൂറായി. ഓ നൈസ് നൈസ്, ഹമൂർ അടിച്ച് നമുക്ക്. ഓ നൈസ് നൈസ് നൈസ്. ഗൈസ്, പൊതുവേ ഇത് നമ്മൾ എടുക്കുന്ന സൈസല്ല. പക്ഷേ നമുക്കൊന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഹമൂറിനെ നമ്മൾ കീപ്പ് ചെയ്തു. ഗൈസ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത നമുക്ക് ഉക്കപ്പായ കഴിച്ചുകൊണ്ടൽ ഉക്കപ്പായതാണ് ഗൈസ്. നമുക്ക് കിട്ടി. അതിനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഉക്കപ്പായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കിട്ടി. ഒന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതോ ഒരു മീൻ അടിച്ചിട്ട് നേരെ അത് പാറയുടെ ഉള്ളിൽ കൊണ്ടുവച്ച് പിന്നെ അതിനെ പിടിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഓ ഗൈസ്, മീനുണ്ട് മീനുണ്ട്. ഓയ്, നമുക്ക് പാറയുടെ ഉള്ളിൽ കൊണ്ടുവച്ച മീൻ നമ്മൾ പൊക്കിട്ടുണ്ട് ഗൈസ്. ഇവനെ നമ്മൾ പാറയുടെ ഉള്ളിൽ കൊണ്ടുവച്ച് ഞാൻ ഈ മുടി കറക്റ്റ് ടൈമിൽ ഇടപെട്ട കാരണം നമുക്ക് കയറ്റാൻ പറ്റിയിട്ടുണ്ട്. ഈ മീനിനെ കണ്ടിട്ട് ആരും ഹമൂറാന്ന് തെറ്റിയിരിക്കരുത്. ഇതിന് ഞങ്ങളിവിടെ തവള എന്ന് പറയാറ്. നാട്ടിൽ എന്ത് മീനിൻ്റെ പേരാണെന്ന് നിങ്ങളും ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. കുറച്ച് റഫായിരുന്നു ഇന്ന് മൊത്തത്തിൽ കടൽ. നോർമലി നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി ഗൈസ്, നമുക്ക് സമയം കളയണ്ട, നേരെ ക്ലീനിങ് കുക്കിംഗ് സെക്ഷനിലേക്ക് പോകാം. ഇന്നത്തെ കുക്കിംഗ് സെക്ഷൻ നിങ്ങളെ കൊതിപ്പിച്ചൊരു വിധാക്കും. കാരണം ഇന്നത്തെ മാസ്റ്റർ ഷെഫ് നെയ്മാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഫുള്ള്. കൂടുതൽ ഐറ്റംസ് ഒക്കെ യാദൃശ്ചികമായാണ് ബ്രോയെ നമ്മുടെ ഫിഷിംഗ് ലൊക്കേഷനിൽ വെച്ച് പരിചയം. ബ്രോയുടെ നാട്ടിലെവിടെ? കണ്ണൂരിലെ. ആ ഓക്കെ. ബ്രോയുടെ ചാനലിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. കാറാസ് എന്ന ചാനലിന്റെ പേര് ബേസിക്കലി കാർ റിലേറ്റഡ് എക്സ്പീരിയൻസ് ആണ്. യു എയിൽ പഴയ കാറ് വാങ്ങിച്ചാൽ ചീപ്പായിട്ടുള്ള കാറ് വാങ്ങിച്ചാലുള്ള എക്സ്പീരിയൻസ് ആണ് എൻ്റെ ചാനൽ മൊത്തം. സോ പ്ലീസ് ലൈക്ക്. ഓ തീർച്ചയായും. ഓക്കെ ബ്രോ. ഗൈസ്, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുക്കിങ്ങിൻ്റെ സ്പോട്ടൊന്നും മട്ടുണ്ട്. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളും വാ കൂടെ. ഗൈസ്, നിങ്ങൾ നോക്കൂ, എന്ത് അടിപൊളിയായിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ നേരെ കാണുന്ന കൂട്ടിൻ്റെ ഉള്ളിലാണ് വാച്ച്മാൻ ഉള്ളത്. പിന്നെ അത് കറക്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. BBQ ഏരിയ, അതേപോലെ കിഡ്സ് പ്ലേ, ഫ്രീ പ്ലാന്റിങ്. ഗൈസ്, ഇത് അൽക്കുർമ എന്ന് പറഞ്ഞൊരു പാർക്കാണ്. നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഈ പാർക്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വാഷ്റൂംസ് ഉണ്ട്. അതുപോലെ BBQ സെറ്റ് ചെയ്യാനുള്ള സ്ലോട്ട്സ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ അബുദാബിയിലൊക്കെ ഉള്ളവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. അതുപോലെ ഗ്രില്ല് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഗ്രിൽ ചെയ്യാം. അതുപോലെ നമുക്ക് പായടൊന്നും ആവശ്യമില്ല, അവർ ഓൾറെഡി സീറ്റെല്ലാം കൊണ്ട് ചെയ്തിട്ടുണ്ട്.
മൊത്തത്തിലൊരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഇവിടുത്തെ അവസ്ഥ പാർക്ക് വേറെ ലെവല. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അത്ര ചെടി നാട്ടിലിപ്പോ ഉണ്ടോന്ന് അറിയില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തില് ഇപ്പൊ ആൾക്കാർ അധികം വരുന്നില്ല, ചൂടൊക്കെ ഇതായ കാരണം. അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. പിന്നെ മെയിൻ ഒരു ഗുണം എന്താ വെച്ചാൽ, മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ പാർക്ക് ഫ്രീ പാർക്കാണ്, നമുക്ക് പേ ചെയ്യണ്ട. അബുദാബിയുള്ള ഒരു അടിപൊളി. അപ്പോൾ നമുക്ക് കുക്കിംഗ് സെക്ഷനിലേക്ക് കടക്കാം. മുളക് പൊടി, ഇവിടെ ഒരു കത്ത് വെട്ടിയിട്ട് അടുക്കൊരു വാഴ കട്ടിയാണ്. സോറി ഗൈസ്, തുറക്കണം അതിന്റെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞങ്ങളുടെ മിക്സ് ആക്കുക. ഇങ്ങനെ മിക്സ് ആക്കുക. ലേശം ഗൈസ്, നമ്മൾ ആദ്യം തന്നെ അമ്മൂറിനെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നുണ്ട്. വെച്ചിട്ട് തരട്ടും ഉള്ളിലും മൊത്തത്തിൽ അങ്ങോട്ട് പൂശി. ആ എന്നാ അതിന്റെ ഉള്ളില് മസാല കിട്ടാം. എല്ലാം തേച്ചതാണ്. അടുത്തന്നെ ഇപ്പൊ തരാം. ആണ് നമ്മുടെ സീ ബ്രീം കാറ്റഗറി പെട്ടൊരു ബ്രീം ടൈപ്പ് അടുത്തന്നെ വെച്ചിട്ടുണ്ട്. മസാല എന്താ അവസ്ഥ തൊട്ട് നോക്കിയാലും പുളി പച്ചക്കിന്നാ മൂറിനപ്പോ അത്ര നല്ല മസാല. കറക്റ്റ് അളവ് പറഞ്ഞാൽ വിളിച്ചിട്ടൂടെ ഞാൻ മസാല ഇട്ടാലും ഇവര് എപ്പോഴും ഒരു 2 മീനും കൂടി വേണ്ടിയിരുന്നില്ലേ? ഇന്ന് നല്ല ടേസ്റ്റും. കാരണം എന്തെന്നറിയാം, ഞാൻ മസാല പുരട്ടി. അതല്ല, മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മസാല പുരട്ടി, ഞാൻ ഇട്ടുന്ന മസാല അവന് പിടിക്കൂല. ചെമ്മീൻ പോയിച്ച അടിപൊളി കൂട്ടാ ഈ മസാല. ആ കുറച്ച് വലുതൊരു 5 പീസ് കിട്ടിയാൽ മതി. വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും പച്ചവളും എക്സ്ട്രാ മേടിച്ചോ, ഞാൻ സൂപ്പറായിട്ട് ഫ്രൈ ചെയ്ത് തരാം. ഓക്കെ, സെറ്റ് ഇടാം. പിന്നെ ചെമ്മീനും കുറച്ച് നാൾ മേടിക്കാം. വേറെ ഇത് പൂച്ച കൊണ്ടവിടെ നോക്കണം. ഓക്കെ ഓക്കെ. ഇങ്ങനെ ഞങ്ങള് ചെറിയ പർച്ചേസ് കഴിഞ്ഞിട്ട് ചെമ്മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നെയ്മ് അവിടെ കുറെ നേരമായിട്ട് നമ്മൾ കാത്തിക്കാണ്. മിക്കവാറും ഒരു തെറിയേക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് എത്തിയില്ല ഞങ്ങള്. 1.5 മണിക്കൂർ 1.25 മണിക്കൂറായി. എന്നോട് ഞാൻ അപ്പളേ പറഞ്ഞാണ് പോവാ. വെച്ച മീൻ ഇപ്പൊ ചട്ടിന്ന് ഇറങ്ങി. നെയ്മ് കൊണ്ട് മസാല ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ചെമ്മീണ്ട് മസാലയൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മസാല ഉണ്ടായിട്ടാണ് മസാല പറഞ്ഞത്. അതിന്റെ പകുതി മതി മീനിക്ക്. പൊരിക്കാനല്ല, പൊരിക്കാനാണ്. നമ്മള് കുറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ടാണ് കഴിക്കണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോയിക്കോളും. കാരണം നമ്മൾ പിടിച്ച മീനല്ല, മീനാണെങ്കിൽ ഫ്രഷാണ്. അതെ, നമ്മള് ബെയ്റ്റ് ആണ്. ഞങ്ങൾ അധികം ചെമ്മീൻ ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറ്. വല്ലപ്പോഴും അങ്ങനെ കഴിക്കും. ഗൈസ്, നിങ്ങൾ എവിടെ പണി അവതരിപ്പിച്ചാലും ഇവിടെ ഉണ്ടാവും. ചെമ്മീന് കഴുകി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ അതെ, ചെറിയ പൊടികളൊക്കെ ഉണ്ടായിക്കോട്ടെ, ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടും. നെയ്മിന്റെ വെറൈറ്റി. ഇത്ര മസാല മതി, ഇനി വേണ്ട. മസാല കുത്താവരുത് ലാസ്റ്റ്. ഇത്രയും മസാല പുരട്ടി വെക്കാം. ഇതിനെ കണ്ടാലും മൂറാന്ന് പറയോ ഗൈസ്? ഒരിക്കലും ഇതിങ്ങനെ നമുക്ക് കുറച്ച് വേപ്പിന്റെ ഇലട്ടാ. അത് അവസാനം പൊരിച്ച്
ട്രഡീഷണലി നമ്മൾ ഇഞ്ചി ചതക്കുന്ന ഒരു രീതിയാണ് വിരലെടുത്തിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണ്ട, കൈയുടെ അളപ്പ് വരും. പ്ലേറ്റ് പൊട്ടും. അതെ, പ്ലേറ്റും പൊട്ടും. ഇതും കൂടെ കുറച്ച് കറിവേപ്പ് വെള്ളം ഒഴിച്ച് അതുകൊണ്ട് കറിയെടുക്കും. നല്ലൊരു മണം കറിവേപ്പില്ലേ. അപ്പൊ ഒരു ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു ഫ്ലവർ പൊടി സാൾട്ട് ബെട്ട് പോലെ അവിടെ വെച്ച എന്റെ വകയാണ്. ലൈറ്റ് എഫക്റ്റ്, അത്രയും വീണ്ടും വന്നിട്ടാ. എനിക്കൊരു മീൻ കൊടുക്കണോ? പേടിപ്പിച്ചില്ല. ഹലോ. ഇത് സെറ്റ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ഇതല്ലേ, ലൈറ്റ് ഇല്ലാണ്ട് കത്തൂല. പറ്റിച്ചാണില്ല നമ്മളെ ഗ്യാപ്പിൽ കിട്ടും. സിലിണ്ടർ എടുത്തില്ല. സിലിണ്ടർ ഉണ്ട്. രാജനെ കുറച്ച് വെള്ളം ഒഴിക്കും. അഗ്നി ആദ്യം കുറച്ച് വെള്ളം മറ്റാണ്ട് ഓയിലായിട്ടുണ്ട്. വേപ്പിന്റെ എന്നിട്ടേ അല്ലിയായിട്ട് വെച്ചാ മതിട്ടാ. എടാ വേപ്പിന്റെ എടുത്തോ. വേപ്പിന്റെ അല്ലിയായിട്ട് വെച്ചാൽ മതിട്ടാ. അങ്ങനെ നേരെ അത് സെപ്പറേറ്റ് ഒന്നും എടുക്കണ്ട. കമ്മോണളിയ എന്താ നമുക്ക് പോയാലേ എടാ അത് സ്ട്രൈറ്റ് ആയിട്ടേ. ഫയറ് കുറവല്ലേ, എടാ തീ കൂടുതലാ, മീനൊക്കെ അരിയും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്ക്. ഇതേറ്റല്ലോ. ഓക്കെ, മണം തന്നെ മതി ഒരു പറ ചോറില്ല. ലോക്കാക്കിട്ടുണ്ട് നമ്മള്. കളറങ്ങണ്ട് കഴിച്ചു. നല്ല സ്മെല്ലേട്ടാ. മുർഷിദ് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. മുത്താശനാണ് ഇളക്ക് അടിപിടിക്കാണ്ടിരിക്കണം. അടിപൊളിയായി അടിയില് പായ പോലെ. ഓക്കെ, മീന് മറച്ചിരുന്ന സെക്ഷനുകളാണ് നമ്മള്. ഓ കറക്റ്റ് അല്ലേ. ഓ കറക്റ്റ്. ഇറങ്ങിക്കോ, നമുക്ക് സെപ്പറേറ്റ് കയറാം. നീ ജയിച്ചിരിക്കുന്നടാ മോനെ. അല്ല സ്മെല്ല്. ഇങ്ങനെ കിടക്കാൻ വീല്ലേ, നമ്മള് ഇങ്ങനെ ഉറക്കും. ഓക്കെ, ഓൾറെഡി സെറ്റാണ്. ഇതിന്റെ അവസ്ഥ ഇനി പ്ലേറ്റിനുള്ള തിരിക്കാളില്ല. അല്ലടാ ഇഷ്ടംപോലെ നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാം. ഇപ്പൊ തന്നെ കഴിക്കാം, ചൂടോടുകൂടി കഴിക്കാം. ഇനി മറ്റേത് അപ്പോഴത്തേക്കും വേവും, നമുക്ക് അത് ഇടാം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ച് കുറച്ച് എണ്ണ കളയുക. നമ്മളിങ്ങനെ അങ്ങനെ പറയും. അതായത് ഇങ്ങനെ കുറച്ച് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ എണ്ണ. ഇത് ഈ പറഞ്ഞ റെക്കോർഡ് ഇത് രണ്ട് മീൻ നമ്മള് ഇങ്ങനെ ഈ രീതിയിൽ വെച്ചാല് അടിഭാഗം നമുക്ക് വേഗത്തും വെന്ത് കിട്ടും. ഈ ഒരു സെറ്റപ്പിൽ വെക്കണേ. പിന്നെ ഓയിൽ ഉണ്ടെങ്കിൽ അതെ, ഓയില്. ഇത് മാസ്റ്റർ ഷെഫ് പറഞ്ഞാണ്. അതെ,
റാസിന് ഇവിടെ പ്ലേറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയുള്ള പ്ലേറ്റ് പ്ലേറ്റ് ഫോർ ദ ടൈം ബീങ് നമ്മൾ ഇതാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇനി നമ്മൾ സ്വാഭാവികമായിട്ട് ഇനി വാഴയിലേക്കൊക്കെ എത്തും. പ്ലേറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതെ അതെ എല്ലാം ഉണ്ട് നമ്മളല്ലേ. ഇതിലെടുക്കട്ടെ. പറ്റുമോ? സപ്പോർട്ടാണോ? മാസ്റ്റർ ഷെഫ് നെയിം വെറുതെ വിളിക്കണാണോ? അല്ല, ആളറിഞ്ഞ് കളിക്കടാ അല്ലേ. കറങ്ങണം കൈസ്. ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങിയാലും മീൻ ഇപ്പൊ കറങ്ങിയ പോലെ കറങ്ങിയാലും മീന് ഇത് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. എനിക്ക് ഡൗട്ട് ഉണ്ട് അത് പൊട്ടു പോകുന്നു. അടാ പകുതി അത് സിംപിളിട്ടേ കൈയിട്ടെടുത്തോ. സപ്പോർട്ട് എടാ ഇത് ഇങ്ങനെ എടുക്കാനുള്ളോ? അത് നല്ലതാണ്. എടാ ഇത് ഇങ്ങനെ എടുക്കാനുള്ളോ? അതാണാ പോടാ. ആ സൈഡ് സപ്പോർട്ട്. പൊളി പൊളി. രണ്ടാമത്തെ മീനും എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മീനിമെന്ന് തുടങ്ങാച്ചിട്ടാണ്. ചെമ്മീന് രണ്ട് ട്രിപ്പ് ആക്കേണ്ടി വരുമോ? ഇല്ല ചുരുങ്ങും. ഇപ്പൊ വരട്ടെ മക്കളെ, ഇവിടെ ഇരിക്കേ സൈഡില്. എടാ കത്തിയിട്ട് കുറച്ചിങ്ങനെ ഞാൻ സൈഡ് ആക്കിരാ. കത്തി എടുക്കും. കത്തിയുടെ കത്തിയുടെ ഉണ്ടെങ്കിലേ കുറച്ചുകൂടി എനിക്ക് സ്പേസ് ചെയ്യാൻ ഇങ്ങനെ ആക്കിയരാ. എവിടെ സ്പേസ് ഉണ്ട്? ഇല്ലേ? അപ്പോ ഇതിന് ഇവിടെ കിടന്നോളൂ. ഞങ്ങൾ ദിമ്മൽക്ക് നോക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, ഈ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. മാസ്റ്റർ ഷെഫ് തന്നെയാണ് നമ്മളെ. അപ്പോ ഗൈസ് നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടെൻഡറി ആയിട്ടുണ്ട്. കാരണം അമൂർച്ചയുടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമ്പോൾ ഇരുന്നതിനകത്ത് മസാല വന്നിട്ടുണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇത് പറയില്ല. ഔട്ട്സൈഡ് ക്രിസ്പിയാണ്, അകത്ത് നല്ല മോനെ. നമുക്കിനി കുറച്ച് കുബൂസും കൂട്ടി ഒരു മോനെ. അധികം സമയം കൊടുക്കരുത്, എനിക്ക് മൊത്തം തീർക്കും. ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഗൈസ്. ഈ പറഞ്ഞതൊക്കെ സത്യം എന്നുള്ള ഇപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം. ജെന്യൂൻ റിവ്യൂ വരുന്നുണ്ട്. കൊഞ്ചിന്റെ ഒരു ഫ്ലേവർ പോലെ വരുന്നുണ്ട്. സൂപ്പർ. മൂറല്ലേ? ദമ്മൂർ മറ്റാളാരും മൈൻഡ് ചെയ്യില്ല. ഒരു കറക്റ്റ് റിവ്യൂ ആണ് ഇപ്പൊ പറഞ്ഞുതരാം. ഇന്റെ ടേസ്റ്റ് ഇടാം. ഹമൂറുണ്ട്. പിന്നെ ഇനി ഞങ്ങളിത് തീർത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് മറിച്ചുള്ള ടൈമായി. കറക്റ്റ് കറി കറക്റ്റാ. ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. മീനിന്റെ അവസ്ഥ തന്നെ കുറച്ച് ചെറുതായി കരിയുണ്ട്. തീ കൂടുതലും കരിയുണ്ട്. ഉള്ളു വേവണം. അത് കറക്റ്റാണ്. അത് ചില സൈഡ്, അതായത് ഈ ആ സ്റ്റൗവിന്റെ അടിഭാഗം ഒരു സൈഡ് അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ട്. ചില സൈഡ് അതായത് ലൈറ്റ് തീ കിട്ടുന്ന ഭാഗം അങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ട്. ശരി, എന്ത് പറഞ്ഞാലും വിശ്വസിക്കലേ പറ്റും നമുക്ക് അല്ലേ? അതെ, കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ. ഓക്കെ, ഷെഫിന്റെ ഒരു കാര്യം, നമ്മുടെ ഷെഫിന്റെ ഒരു മാസ്റ്റർ പീസ് ഐഡിയ ആണിത്. ഇടിക്കാൻ ഉരലില്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ചതക്കാം. ഇതെന്തിനാ അങ്ങനെ പൊടിക്കണേ? പൊടിച്ചാൽ അതിന്റെ സ്മെല്ല് സ്പ്രെഡ് ആവുള്ളൂ. ഒരു മസാലയുടെ ഒപ്പം ഇടാനല്ലോ അല്ലേ? ഇവനായിരുന്നു ശരിക്കും വേണ്ടിയില്ലേ? ഇവനാണെങ്കിൽ ഇപ്പൊ അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആക്കിയല്ലോ.
സ്ട്രേറ്റ് പോയിരുന്ന അലോ ഇടൂല ഇടൂല ചെമ്മീന് നല്ല കറക്റ്റ് ഇതായിട്ടുണ്ട്, എടുക്കാനുള്ള ഭാഗമായിട്ടുണ്ട്. താലപ്പൊലി ക്രാസിന് വന്നിട്ടുണ്ട്, ഇത് നിറച്ചെടുക്കാം. നമ്പർ ഉണ്ട്, അത്യാവശ്യം ഉണ്ട് അല്ലേ? ആളൊന്നിന് മറ്റേ ഇതിൽ പറഞ്ഞവരെ ആളൊന്നിന് 3 വെച്ച് കിട്ടും. 3 അല്ലേട്ടാ, നമുക്ക് 5 എണ്ണത്തിന് മേലെ കിട്ടും. അതിനെ പേടിപ്പിച്ചില്ലേ? എന്തുണ്ട് അങ്ങനെ ആക്കുമ്പോ 2 മണിക്കൂർ കുത്തിക്കോ. പക്ഷെ തിരിച്ചു വരാൻ പാടില്ല. മസാല കൈ പൊള്ളുണ്ടായ ഇത്ര ഇത് ഈ മസാല കൊണ്ട് എടുത്ത ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എടുത്തിരിക്കും. നീ പോയോ ഇതിന്റെ റിവ്യൂ കൂടി നമുക്ക് നല്ല ചൂടുണ്ടാവും മോനെ. നെയിം സാർ, മാസ്റ്റർ ഷെഫ് നെയിം സാർ. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ആണല്ലേ? ഓക്കെ.